Good afternoon, students. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കോളത്തിന്റെ പോർഷനും ട്രസ്സിന്റെ പോർഷനും ആണുള്ളത്. മെയിൻ ആയിട്ട് അത് അനാലിസിസ് ഓഫ് ട്രസ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാൻഡിലിവർ ട്രസ്സസിന്റെ അനാലിസിസ് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് ജോയിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കുന്നത്. മെയിൻ ആയിട്ട് മെത്തേഡ് ഓഫ് ജോയിൻസ് ആൻഡ് മെത്തേഡ് ഓഫ് സെക്ഷൻസ് ആണ് ഉള്ളത്. മെത്തേഡ് ഓഫ് സെക്ഷൻസ് നിങ്ങൾക്ക് അതിന്റെ എന്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രോബ്ലം ഇല്ല, സിലബസിലില്ല. നമുക്ക് ഇന്നത്തോടു കൂടി നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കാൻഡിലിവർ ട്രസ്സിന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, determine the magnitude and nature of forces in all the members of truss shown by method of joints. Method of joints ഉപയോഗിച്ച് ഈ കാണുന്ന ഫിഗറിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെ മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കുക. നാച്ചർ ഓഫ് ഫോഴ്സസ് എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ നാച്ചർ എന്താണ്, കംപ്രസീവ് ആണോ ടെൻസൈൽ ആണോ എന്നുള്ളത് ഓക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം കാൻഡിലിവർ ട്രസ്സസ് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്, റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോ ജോയിന്റും നോക്കണം, എവിടെയാണോ അൺനൗൺസ് കുറവുള്ളത് അല്ലെങ്കിൽ രണ്ടിൽ കുറവുള്ളത് ആ ജോയിന്റ് ആദ്യം എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും, എപ്പോഴും ഫ്രീ എൻഡിലായിരിക്കും. ജോയിന്റ് ഈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മെമ്പർ ഫോഴ്സസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, രണ്ട് അൺനൗൺസ് ഉണ്ട്, നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലേ, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. അപ്പൊ ഈ രണ്ട് മെമ്പർ ഫോഴ്സും ജോയിന്റ് ഇ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ദെൻ നെക്സ്റ്റ് ജോയിന്റ് സി എടുക്കണോ ജോയിന്റ് ഡി എടുക്കണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ജോയിന്റ് സി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര അൺനൗൺസ് ഉണ്ട്, 1 2 3 4. പക്ഷേ ഈ 4 നമുക്ക് ഓൾറെഡി ജോയിന്റ് ഇ അനലൈസ് ചെയ്യുമ്പോൾ ഈ മെമ്പർ ഫോഴ്സ് കിട്ടി എങ്കിലും പക്ഷെ എത്ര അൺനൗൺസ് ഉണ്ട്, 3 അൺനൗൺസ് ഉണ്ട്. അതുകൊണ്ട് ജോയിന്റ് സി നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അടുത്ത് എന്ത് ചെയ്യാം, ജോയിന്റ് ഡി നോക്കാം. ജോയിന്റ് ഡി നോക്കുമ്പോൾ ഈ മെമ്പർ, ഇതൊരു മെമ്പർ ഉണ്ട്, ഈ ഒരു മെമ്പർ ഉണ്ട്, ഈ ഒരു മെമ്പർ ഉണ്ട്. ഇതിൽ എത്ര അൺനൗൺസ് ഉണ്ട്, ഇതും അല്ലേ. ഇത് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ജോയിന്റ് ഇ അനലൈസ് ചെയ്തപ്പോൾ ഈ മെമ്പർ ഫോഴ്സ് നമുക്ക് കിട്ടി. സോ നമുക്ക് ജോയിന്റ് ഡിയിൽ ആകെ രണ്ട് അൺനൗൺസേ ഉള്ളൂ. അപ്പൊ ജോയിന്റ് ഡി എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് മെമ്പർ ഫോഴ്സും കിട്ടും. ഇനി നമ്മൾ ജോയിന്റ് സിയിലോട്ട് പോകാം. ജോയിന്റ് സി എടുക്കുമ്പോൾ എന്തായി, ഈ മെമ്പറിന്റെ മെമ്പർ ഫോഴ്സ് കിട്ടി, ഇതിൻ്റെതും കിട്ടി അല്ലേ. ഇനി ആകെ ഈ രണ്ട് മെമ്പേഴ്സിന്റെ മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ രണ്ട് അൺനോൺസ്, രണ്ട് ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ജോയിന്റ് ഇ എടുക്കുന്നു. ജോയിന്റ് ഇ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ട്, എഫ് ഇ സി ഉണ്ട്. നമ്മൾ ടെൻസൈൽ ഫോഴ്സ് ആയിട്ടാണ് എല്ലാം അസ്യൂം ചെയ്യുന്നത്, അതായത് അവേ ഫ്രം ജോയിന്റ് എഫ് ഇ സി ആൻഡ് എഫ് ഇ ഡി അല്ലേ, ഈ രണ്ട് മെമ്പേഴ്സ്. ഓക്കെ, അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Then 500 kilonewton is acting at that point. Okay, so taking sigma fi equal to 0, നമുക്കറിയാം സിഗ്മ fi equal to 0 എടുക്കുമ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് 500 kilonewton y ആക്സിലാണ്, പിന്നെ എഫ് ഇ ഡിയുടെ y കമ്പോണന്റും ഉണ്ടാവും അല്ലെ. രണ്ടും ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുക, അപ്പൊ രണ്ടും നെഗറ്റീവ്. സോ മൈനസ് എഫ് ഇ ഡി y കമ്പോണന്റ് ആയതുകൊണ്ട് ആംഗിൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 എന്നുള്ളത് കൊണ്ട് അതിന്റെ y കമ്പോണന്റ് sin 30. So FED minus FED sin 30 minus 500 equal to 0. So FED equal to, നമുക്ക് ഈ ടേമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ FED equal to minus 500 divided by sin 30, that is minus 1000 kilonewton. So 1000 kilonewton കംപ്രസീവ് ആണ് ED എന്ന മെമ്പറിന്റെ ഫോഴ്സ്. ഓക്കെ, FED equal to FDE equal to minus 1000 kilonewton. 1000 kilonewton കംപ്രസീവ് ഇൻ നേച്ചർ. ഇനി സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എടുക്കാം. എഫ് എക്സ് എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്, എഫ് ഇ സി ഉണ്ട്, എഫ് ഇ ഡിയുടെ എക്സ് കമ്പോണന്റ് ഉണ്ട് അല്ലെ. രണ്ടും ലെഫ്റ്റ് സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത്, രണ്ടും ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, രണ്ടും നെഗറ്റീവ്. സോ മൈനസ് എഫ് ഇ സി മൈനസ് എഫ് ഇ ഡി കോസ് കമ്പോണന്റ് അല്ലെ, ഈ ആംഗിൾ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, വെക്ടർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനോടാണോ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആ ഡയറക്ഷനിലോട്ട് 30 കോസ് കമ്പോണന്റും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈൻ കമ്പോണന്റും. ഇപ്പോ ഇങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോ ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് ഒരു മെമ്പർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് തീറ്റ എന്നുണ്ടെങ്കിൽ കോസ് കമ്പോണന്റ് എന്താവും, ഇവിടെ വൈ ആക്സിലാവും അല്ലെ. എഫ് കോസ് 30 ഇതാവും, എഫ് സൈൻ 30 ഇതും ആവും. ഓക്കെ, അതേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ നമ്മൾ മൈനസ് എഫ് ഇ സി മൈനസ് എഫ് ഇ ഡി കോസ് 30 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇ സി
FEDയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി, ദാറ്റ് ഇസ് -1000 kN. സോ മൈനസ് FEC മൈനസ് ഓഫ് -1000 cos 30, അത് രണ്ടും കൂടെ വരുമ്പോൾ ഇവിടെ പ്ലസ് ആവും അല്ലേ. സോ 1000 cos 30 will be equal to FEC, that is equal to 866.02. ഇവിടെ വേണമെങ്കിൽ cos 30 നിങ്ങൾക്ക് √3/2 എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതാം. അങ്ങനെ ആകുമ്പോൾ 500 √3 എന്ന് വരും. അത് തന്നെയാണ് 500 √3 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 866.02 എന്ന് കിട്ടുന്നത് അല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 500 √3 എന്നുള്ള ടേമിലും എഴുതാം. സോ FEC ഈക്വൽ ടു FCE ഈക്വൽ ടു 866.02 kN. ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്കറിയാം ഇത് ടെൻസൈൽ ആണ് നേച്ചർ. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ടെൻസൈൽ കംപ്രസീവ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അത് കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ, ദെൻ ജോയിന്റ് ഡി അല്ലെ, ജോയിന്റ് ഡി എടുക്കുകയാണ്. ജോയിന്റ് ഡി എടുക്കുമ്പോൾ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? CD ഉണ്ട്. ജോയിന്റ് ഡി കൺസിഡർ ചെയ്യുമ്പോൾ CD ഉണ്ട്, DE ഉണ്ട്, DB ഉണ്ട് അല്ലെ. അപ്പോൾ FDC, FDE, FDB ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ കിട്ടും? ഇത് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ? ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 30 ഡിഗ്രി ആണ്, ഇത് 90 ആണ്. സോ ഇത് ഓട്ടോമാറ്റിക്കലി 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. 60 + 30 + 90, ദാറ്റ് ഇസ് ഓൾ സം 180 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി കിട്ടി. അപ്പോൾ സിഗ്മ FI ഈക്വൽ ടു 0. സിഗ്മ FI ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ y ആക്സിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? FDC ഉണ്ട്, FDEയുടെ y കമ്പോണന്റ് ഉണ്ടാവും അല്ലെ. ഇവിടെ ശ്രദ്ധിക്കണം, FDയുടെ y കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആംഗിൾ നമുക്ക് y ആക്സിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. സോ ഇറ്റ് ഈസ് cos 60 അല്ലെ. FDE cos 60 ആയിരിക്കും. സോ രണ്ടും അപ്വേർഡ് ആണ്, പോസിറ്റീവ് y ഡയറക്ഷനിലാണ്. സോ FDC പ്ലസ് FDE cos 60, പ്ലസ് അതിന് വരാൻ കാരണം പ്ലസ് y ആക്സിസിലാണ് അല്ലെ. FDE cos 60 ഈക്വൽ ടു 0. സോ FDCയുടെ വാല്യൂ വിൽ ബി ഈക്വൽ ടു FDC പ്ലസ് -1000 cos 60. FDയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ, -1000 എന്ന്. നേരത്തെ ചെയ്ത ജോയിന്റ് E കൺസിഡർ ചെയ്തപ്പോൾ FDയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് -1000 kN. സോ FDC പ്ലസ് -1000 cos 60 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു FDC ഈക്വൽ ടു പ്ലസ് 1000 cos 60, ദാറ്റ് ഈസ് cos 60 is 1/2 അല്ലേ. സോ 500 kN. FDC ഈക്വൽ ടു FCD ഈക്വൽ ടു 500 kN, ദാറ്റ് ഈസ് ടെൻസൈൽ ഇൻ നേച്ചർ. ടെൻസൈൽ ഇൻ നേച്ചർ. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ജോയിന്റ് സിയിലോട്ട് പോവാം. ജോയിന്റ് സിയിൽ നമുക്ക് CD കിട്ടി, CE നേരത്തെ ജോയിന്റ് E ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ACയും ABയുമാണ്, സോറി ACയും BCയുമാണ് അൺനോൺ. നമുക്ക് അൺനോൺ. അപ്പോൾ സോറി, അതിനു മുമ്പ് നമുക്ക് BD കൂടെ കൺസിഡർ ചെയ്യാം, കാണാനുണ്ട് അല്ലെ. BD കാണണം. സോ സിഗ്മ FX ഈക്വൽ ടു 0. സിഗ്മ FX ഈക്വൽ ടു 0 എടുക്കുമ്പോൾ -FDB, പിന്നെ ഏതുണ്ടാവും? FDന്റെ X കമ്പോണന്റ് ഉണ്ടാവും അല്ലെ. FDന്റെ X കമ്പോണന്റ് അത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലെ, അത് പ്ലസ് ആയിരിക്കും. സോ -FDB പ്ലസ് FDE sin 60 അല്ലെ. ഇതിന്റെ സൈൻ കമ്പോണന്റ് ആണ് ഇങ്ങോട്ട് വരിക അല്ലെ. ആംഗിൾ മേക്ക് ചെയ്യുന്നത് y ആക്സിനുമാണ്. സോ X കമ്പോണന്റ് വിൽ ബി സൈൻ അല്ലെ, sin 60 ഈക്വൽ ടു 0. നമുക്ക് FDന്റെ വാല്യൂ അറിയാം. ഡിയുടെ വാല്യൂ എത്രയാണ്? -1000 അല്ലെ. സോ FDB വിൽ ബി ഈക്വൽ ടു -1000 sin 60 അല്ലെ. -FDB -1000 sin 60 ഈക്വൽ ടു 0. FDB അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -1060 to FDB, that will be equal to -866.02. that will be equal to FDB equal to FBD equal to -866.02. that is compressive in nature അല്ലേ. FDB equal to FBD equal to -866.02 kN. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജോയിന്റ് ഡി കൺസിഡർ ചെയ്തപ്പോൾ CD കിട്ടി, BD കിട്ടി അല്ലേ. സോറി, ജോയിന്റ് ഡി കൺസിഡർ ചെയ്തപ്പോൾ CDയും കിട്ടി, BD കിട്ടി, ED നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇനി നമുക്ക് ആകെ രണ്ട് അൺനോൺസേ ഉള്ളൂ, ACയും BCയും അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിന്റ് C എടുക്കുന്നു. കാരണം ജോയിന്റ് സിയിലെ ബാക്കി രണ്ട് മെമ്പേഴ്സിന്റെയും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ജോയിന്റ് സിയിലോട്ട് പോവാം. ജോയിന്റ് C അല്ലേ. ജോയിന്റ് C എടുക്കുമ്പോൾ ഏതൊക്കെ 4 മെമ്പേഴ്സ് ഉണ്ട്. ഇങ്ങോട്ട് FCA, FCB, FCD നേരെ താഴോട്ട്, FCE റൈറ്റ് സൈഡ് അല്ലേ. അപ്പൊ സിഗ്മ FI ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടാവും? FCAയുടെ y കമ്പോണന്റ് ഉണ്ടാവും, FCBയുടെ y കമ്പോണന്റ് ഉണ്ടാവും, ദെൻ FCDയും കൂടെ ഉണ്ടാവും അല്ലെ. അപ്പൊ FCAയുടെ y കമ്പോണന്റ് എന്ന് പറയുന്നത് പ്ലസ് അല്ലേ, പ്ലസ് y ആക്സിലല്ലേ വരിക. FCBന്റെ എന്ന് പറയുന്നത്
മൈനസ് വൈ ആക്സിസിൽ വരും. സോ എഫ് സി എ സൈൻ 30 പ്ലസ് അല്ലേ മൈനസ് എഫ് സി ബി സൈൻ 30 അല്ലേ. ഇതില് ഈ ആംഗിൾ 30 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ 30 ആണ് അല്ലേ, ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്, അപ്പൊ 30 ആയിരിക്കും. പിന്നെ ഈ ട്രയാംഗിൾ എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 60 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ടോട്ടൽ 180 ആണ്. അപ്പൊ ഇവിടെ 30 കൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 180 ആയിരിക്കും അല്ലെ. അപ്പോൾ അത് 30. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എഫ് സി എയുടെ വൈ കമ്പോണന്റ്, എഫ് സി ബിയുടെ വൈ കമ്പോണന്റ്, ദെൻ എഫ് സി ഡി. എഫ് സിയുടെ വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് പ്ലസ് വൈ ആക്സിസിലാണ്, എഫ് സി ബിയുടെ വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് മൈനസ് വൈ ആക്സിസിലാണ്, എഫ് സി ഡിയും മൈനസ് വൈ താഴോട്ടാണ് അല്ലെ. അപ്പോൾ അത് രണ്ടും നെഗറ്റീവും എഫ് സി എയുടെ കമ്പോണന്റ് പ്ലസും വരും. സോ പ്ലസ് എഫ് സി എ സൈൻ 30 മൈനസ് എഫ് സി ബി സൈൻ 30 മൈനസ് എഫ് സി ഡി ഈക്വൽ ടു 0. നമുക്ക് എഫ് സി ഡിയുടെ വാല്യൂ അറിയാലേ. എഫ് സി ഡിയുടെ വാല്യൂ എത്ര കിട്ടിയത്? 500 കിലോ ന്യൂട്ടൺ പ്ലസ് 500 ആണ് കിട്ടിയത്. സോ നമ്മൾ ഇതിൽ സൈൻ 30 കോമൺ ആയിട്ട് എടുക്കുന്നു. സൈൻ 30 ഇൻറ്റു എഫ് സി എ മൈനസ് എഫ് സി ബി മൈനസ് 500 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് സി എ മൈനസ് എഫ് സി ബി ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ സൈൻ 30. ദാറ്റ് വിൽ ബി ഈക്വൽ ടു FCA minus FCB equal to 500 by sin 30. 500 by 0.5 that is 1000. Okay. അത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. രണ്ട് അൺനോൺസ് ഉണ്ട്, നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും. അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1 ഈക്വൽ ടു FCA മൈനസ് FCB ഈക്വൽ ടു 1000. ഇനി സിഗ്മ FX ഈക്വൽ ടു 0 എടുക്കാം. സിഗ്മ FX ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട്? FCE ഉണ്ട്, FCAയുടെയും FCBയുടെയും എക്സ് കമ്പോണന്റ് ഉണ്ടാവും അല്ലെ. രണ്ടും നെഗറ്റീവ് എക്സിലാണ് ആക്ട് ചെയ്യുന്നത്, FCE പ്ലസ് എക്സിലാണ്. സോ FCE മൈനസ് FCA കോസ് 30 മൈനസ് FCB കോസ് 30 ഈക്വൽ ടു 0. ഇവിടെ FCEയുടെ വാല്യൂ നമുക്കറിയാം. FCEയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഫസ്റ്റ് ജോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് 866.02 മൈനസ് കോസ് 30 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റു FCA പ്ലസ് FCB ഈക്വൽ ടു 0. So FCA plus FCB will be equal to 866.02 divided by cos 30, that will be equal to 1000 kilonewton. So FCA plus FCB equal to 1000 kilonewton. ഈ ഇക്വേഷന്റെ പ്രത്യേകം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, FCA minus FCB equal to 1000, FCA plus FCB equal to 1000. രണ്ട് സംഖ്യകൾ ആഡ് ചെയ്താലും രണ്ട് സംഖ്യകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാലും 1000 ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായാലും 0 ആയിരിക്കും അല്ലെ. എനിത്തിങ് പ്ലസ് സംതിങ് ഈസ് എ വാല്യൂ, മൈനസും സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. നമുക്ക് രണ്ട് ഇക്വേഷനും അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പറയാൻ പറ്റും FCB 0 ആയിരിക്കും എന്നുള്ളത് അല്ലേ. കാരണം FCA മൈനസ് FCB ഈക്വൽ ടു 0, FCA പ്ലസ് FCB ഈക്വൽ ടു 0, അതായത് FCB എന്നുള്ള ടേം അവിടെ 0 ആയിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 and 2 സോൾവ് ചെയ്യാണ്. ഇക്വേഷൻ 1 എന്താണ്? FCA മൈനസ് FCB ഈക്വൽ ടു 1000. Equation 2 is FCA plus FCB equal to 1000. രണ്ടും 1 minus 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? Minus 2 FCB will be equal to 0. So FCB will be equal to 0. അതായത് BC എന്ന മെമ്പറിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. It will be 0. അപ്പോൾ സ്വാഭാവികമായിട്ട് FCയുടെ വാല്യൂ എന്തായിരിക്കും? 1000 കിലോ ന്യൂട്ടൺ അല്ലേ. സോ FCA equal to FAC equal to 1000 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ മെമ്പേഴ്സിന്റെയും കിട്ടി. നമുക്കിനി സമ്മറൈസ് ചെയ്യാണ്. ഓക്കെ, സമ്മറൈസ് ചെയ്യാൻ വിട്ടുപോയതാണ്. നമുക്ക് ഓരോ മെമ്പേഴ്സിന്റെയും വാല്യൂസ് നിങ്ങൾ ടേബിളായിട്ട് എഴുതണം. സോറി, വിട്ടുപോയതാണ്. നിങ്ങൾ മെമ്പർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. നിങ്ങൾ വാല്യൂസ് എടുത്ത് എഴുതാനേ ഉള്ളൂ. പ്ലസ് ആണെങ്കിൽ ടെൻസൈൽ, മൈനസ് ആണെങ്കിൽ കംപ്രസീവ്. നിങ്ങൾ നോട്ടിൽ അത് എഴുതുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ, വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ AB എന്നുള്ള മെമ്പറിൽ CD എന്നുള്ള മെമ്പർ, DE എന്നുള്ള മെമ്പർ, ഇങ്ങനെ എല്ലാ മെമ്പേഴ്സിന്റെയും ഫോഴ്സുകൾ നമ്മൾ ടാബുലർ ഫോം ആയിട്ട് എഴുതാം. ഇത്രയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതും. നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്താണ് എന്നുള്ളതാണ്. അതിന്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺലി എന്ന് സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് മെത്തേഡ് ഓഫ് സെക്ഷൻ, എങ്ങനെയാണ് അത് വെച്ച് നമുക്ക് മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ മെത്തേഡ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് രണ്ട് പേരാണുള്ളത്. മെത്തേഡ് ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒരു ട്രസ്സിലെ പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു മെമ്പറിലെ ഫോഴ്സ് മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് സെക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ദിസ് മെത്തഡ് ഈസ് യൂസ്ഡ് വെൻ ദ ഫോഴ്സസ് ഇൻ എ ഫ്യൂ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മെമ്പേഴ്സിൽ കുറച്ച് മെമ്പേഴ്സ് ഓഫ് ദി ട്രസ്സസ് ആർ റിക്വയർഡ് ടു ബി ഫൗണ്ടഡ്. ആ ഏതെങ്കിലും കുറച്ച് മെമ്പേഴ്സിലെ ഫോഴ്സസ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെത്തേഡ് ഓഫ് സെക്ഷൻ ആണ് ഒന്നുകൂടി ഈസിയർ. ഓക്കെ, മെത്തേഡ് ഓഫ് ജോയിൻസ് പറയുന്നത് നമുക്ക് ഫുൾ ആയിട്ട് ആ ട്രസ്സിലെ എല്ലാ മെമ്പേഴ്സിന്റെയും വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസ് ആണ് ഉപയോഗിക്കുക. ഇനി മെത്തേഡ് ഓഫ് സെക്ഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഉദാഹരണത്തിന് ട്രസ്റ്റ് മെമ്പർ ഉണ്ട്, ഇങ്ങനെ ഉള്ള ഒരു ട്രസ്റ്റ് മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മെമ്പറിൽ നമുക്ക് ഒരു പർട്ടിക്കുലർലി ഈ ഒരു മെമ്പറിലെ ഫോഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആണ്, അല്ലെങ്കിൽ ഈ രണ്ട് മെമ്പറിലെ ഫോഴ്സുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷൻ ആണ് ഒന്നുകൂടി ഈസിയർ. ഓക്കെ, പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് ഡിറ്റർമിൻ ദ സപ്പോർട്ട് റിയാക്ഷൻ ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ട്രസ്സസ്. ഈ ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മെത്തേഡ് ഓഫ് സെക്ഷന്റെ പ്രൊസീജിയർ ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാം, പ്രോബ്ലംസ് വരാൻ ചാൻസ് ഇല്ല, വരില്ല എന്നുള്ളതാണ് സിലബസിൽ പ്രോബ്ലം പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ, ഡിറ്റർമിൻ ദ സപ്പോർട്ട് റിയാക്ഷൻ ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ട്രസ്സസ് ആണെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസിൽ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ ഒരു സെക്ഷൻ ലൈൻ വരക്കണം. എ സെക്ഷൻ ലൈൻ ഈസ് പാസ്ഡ് ത്രൂ ദ മെമ്പേഴ്സ് ഇൻ വിച്ച് ഫോഴ്സസ് ആർ റിക്വയർഡ് ടു ബി ഫൗണ്ടഡ്. നമുക്ക് ഏതൊക്കെ മെമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അതിലൂടെ ഒരു സെക്ഷൻ ലൈൻ പാസ് ചെയ്യണം. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ആ സെക്ഷൻ ലൈൻ എങ്ങനെ ചൂസ് ചെയ്യേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോർ ദാൻ 3 അൺനൗൺസ് ഉള്ളതിലൂടെ അത് പാസ് ചെയ്യാൻ പാടില്ല. അതായത് മാക്സിമം 3 നമ്പർ ഓഫ് അൺനൗൺസിലൂടെ ആ സെക്ഷൻ ലൈൻസ് പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സെക്ഷൻ നമ്മൾ വരച്ച സെക്ഷന് നമ്മുടെ ട്രസ്സിനെ 2 പാർട്ടാക്കി മാറ്റും. അതിൽ ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു സെക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് 0 എടുത്ത്, അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഏതൊക്കെ ഇക്വേഷൻ ആണ്? സിഗ്മ എച്ച് ഈക്വൽ ടു 0, സിഗ്മ ബി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0. സിഗ്മ എച്ച് ഈക്വൽ ടു 0 തന്നെയാണ് നമ്മളെ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെ. സിഗ്മ ബി എന്ന് പറയുന്നത് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. അപ്പോ ഇവിടെ മേജർ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഒരു ട്രസ് ആണ്, ഇതിൽ സെക്ഷൻ എങ്ങനെ പാസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് മെമ്പർ സി ഡിയുടെയും മെമ്പർ ഇ ഡിയുടെയും മെമ്പർ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ പാസ് ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ട മെമ്പേഴ്സിലൂടെ കടന്നു പോകണം അല്ലെ. എന്നാലോ 3ൽ കൂടുതൽ മെമ്പേഴ്സിലൂടെ കടന്നു പോകാനും പാടില്ല. അപ്പോൾ ഇതാണ് ഒരു പോസിബിലിറ്റി, ഈ 1 എന്ന് കാണിച്ചതാണ് ഒരു പോസിബിലിറ്റി. ഓക്കെ, ഇൻ കേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇ ബി ഇ ബി സി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കട്ട് ചെയ്യണം അല്ലെ, സെക്ഷൻ 2ൽ കാണിച്ച പോലെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് ഇപ്പോ എ ബിയിലെ മെമ്പർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എ ബി ബിയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? 1 2 3 4 മെമ്പേഴ്സ് ആയി അല്ലെ. 4 അൺനൗൺസ് ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ ഒരു സെക്ഷൻ ഈ ഒരു ട്രസ്സിനെ 2 പാർട്ടാക്കി മാറ്റണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റില്ല. കട്ട് ചെയ്യുമ്പോൾ ആസ് എ ഹോൾ ഈ ഒരു സെക്ഷൻ നമ്മുടെ ട്രസ് മെമ്പറിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് പാർട്ടായിട്ട് മാറ്റണം. അപ്പോഴേ അങ്ങനെയാണ് സെക്ഷൻ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ഇപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇപ്പോ ഇത് മാത്രമാണ് ബാലൻസ് ആവുക അല്ലെ. ഇങ്ങനെ ഒരു പോർഷൻ വരും, ഇവിടെ R2 എന്നുള്ള റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഈ മെമ്പർ ഫോഴ്സ് ഉണ്ടാവും, ഈ മെമ്പർ ഫോഴ്സ് ഉണ്ടാവും. ഇതൊരു പോർഷനും ബാക്കി ഈ ലെഫ്റ്റ് ഹാൻഡ് ഫുള്ള് വേറൊരു സെക്ഷൻ ആയിട്ട് മാറും. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഏതാണോ നമുക്ക് കൺവീനിയന്റ് അതെടുത്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്വിക്കർ ആയിട്ടുള്ള മെത്തേഡാണ്. മെത്തേഡ് ഓഫ് ജോയിൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ക്വിക്കർ ആണ്. നമുക്ക് പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു മെമ്പറിലത് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഈസിയർ. നമുക്ക് എന്തായാലും ഒരു പ്രോബ്ലം നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, determine the magnitude and nature of forces in the member A, B and BC of the given simply supported truss. ഒരു സിംപ്ലി സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ബേസിക് എലമെന്ററി ട്രസ് ആണ്. എലമെന്ററി ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അതിലെ 2 മെമ്പേഴ്സ് എ ബിയും ബി സിയിലെ മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമ്മുടെ സെക്ഷൻ എങ്ങനെ പാസ് ചെയ്യണം? എ ബിയുടെയും ബി സിയുടെയും കട്ടണം, രണ്ടിനെയും കട്ട് ചെയ്യണം അല്ലെ. ഇങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ സെക്ഷൻ പാസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. നമ്മളെ ഫസ്റ്റ് കേസ് എന്താണ്? പ്രൊസീജിയർ പ്രകാരം ഫസ്റ്റ് എന്താണ്? റിയാക്ഷൻ കണ്ടുപിടിക്കണം അല്ലെ. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെയാണ് ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ? ആർ ബി ആൻഡ് ആർ സി അല്ലെ. ആർ ബി ആൻഡ് ആർ സി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം? ഈ 10 കിലോ ന്യൂട്ടൺ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം അല്ലെ? നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസോ കിട്ടണം. ആ ഡിസ്റ്റൻസ് കിട്ടിയെങ്കിലേ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. കാരണം മൊമെന്റ് എടുക്കുമ്പോൾ 10 ഇൻറ്റു ഇപ്പോൾ ബി അബൌട്ട് ബി ആണ് എടുക്കുന്നതെങ്കിൽ 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വേണം അല്ലെ? അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ ബി ഡി, ഈ പോയിന്റ് നമ്മൾ ഡി ആയിട്ട് എടുത്തു. ട്രയാങ്കിൾ എ ബി ഡിയിൽ cos 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? adjacent side divided by hypotenuse. So BD divided by hypotenuse എത്രയാണ്? 3 meter അല്ലേ? So BD equal to 3 cos 60, that is 3 into 1 by 2, that is 1.5 meter. ഇത് BD 1.5 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി DC എത്രയായിരിക്കും? 5 minus 1.5, that is 3.5 meter. Okay. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടിയത് it is 1.5 meter and rest is 3.5 meter. Okay. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആർ ബിയും ആർ സിയും കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഏതാണോ ഈസിയർ, നമുക്ക് ആർ ബി പ്ലസ് ആർ സി എന്ന് പറയുന്നത് എത്രയാണ്? 10 കിലോ ന്യൂട്ടൺ അല്ലെ? ആർ ബി പ്ലസ് ആർ സി എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് ഐ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ആർ ബി പ്ലസ് ആർ സി ഈക്വൽ ടു 10. ടോട്ടൽ ലോഡ് ഈക്വൽ ടു ടോട്ടൽ റിയാക്ഷൻ. ഓക്കെ, ആർ ബി പ്ലസ് ആർ സി ഈക്വൽ ടു 10. നമുക്ക് ഇനി മൊമെന്റ് അബൌട്ട് ബിയോ സിയോ എടുക്കാം. നമുക്ക് എന്താണ് ഏത് ആണോ കൺവീനിയന്റ് അത് എടുക്കാം. മൊമെന്റ് അബൌട്ട് ബി എടുക്കുമ്പോൾ ആർ സിയുടെ വാല്യൂ കിട്ടും, മൊമെന്റ് അബൌട്ട് സി എടുക്കുമ്പോൾ ആർ ബിയുടെ വാല്യൂ കിട്ടും. സോ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സി സിഗ്മ എം ഈക്വൽ ടു 0. മൊമെന്റ് അബൌട്ട് സി എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മൊമെന്റ് അബൌട്ട് സി എടുക്കുമ്പോൾ ആർ ബി കാരണമുള്ള മൊമെന്റ് എങ്ങനെ വരിക? ഇങ്ങനെ അല്ലേ? ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുക? ഈ ഒരു മെമ്പറിനെ ഇത് നമ്മൾ പോയിന്റ് പിടിച്ചു വെച്ചിട്ട് ഇവിടെ ഫോഴ്സ് കൊടുത്താൽ എന്താ ഉണ്ടാവുക? ഈ മെമ്പർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യൂലേ? ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ്. സോ ആർ ബി ഇൻറ്റു ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എത്രയാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ? ആർ ബി ഇൻറ്റു 5 ക്ലോക്ക് വൈസ് മൈനസ് 10. ഈ 10 കിലോ ന്യൂട്ടൺ കാരണം ഉണ്ടാകുന്ന ഈ ഒരു പോയിന്റിനെ പിവറ്റ് ചെയ്ത് ഉണ്ടാകുന്ന മൊമെന്റ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയല്ലേ ആക്ട് ചെയ്യുക അല്ലേ? സോ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്, സോ നെഗറ്റീവ്. സോ മൈനസ് 10 ഇൻറ്റു 3.5, മൈനസ് 10 ഇൻറ്റു 3.5 എന്ന് പറയുന്നത് കാരണം ഈ ഡിസ്റ്റൻസ് അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ആൻഡ് ദ ഫോഴ്സ്. ഓക്കെ, ഈ ഒരു മെമ്പറിന് ഇത് എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ? ദാറ്റ് ഈസ് 3.5 മീറ്റർ. സോ 10 ഇൻറ്റു 3.5 ഈക്വൽ ടു 0. സോ ആർ ബി ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് 7 കിലോ ന്യൂട്ടൺ. ആർ ബി 7 ആവുമ്പോൾ ആർ സി ഓട്ടോമാറ്റിക്കലി എന്താവും? ആർ ബി പ്ലസ് ആർ സി 10 ആണ്. സോ ആർ സി വിൽ ബി ഈക്വൽ ടു 10 മൈനസ് 7, ദാറ്റ് ഈസ് 3 കിലോ ന്യൂട്ടൺ. 3 കിലോ ന്യൂട്ടൺ ആണ് ആർ സിയുടെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സെക്ഷൻ കൺസിഡർ ചെയ്തു. സെക്ഷൻ പാസിംഗ് ത്രൂ ദിസ് അല്ലേ? ഇത് സെക്ഷൻ 1-1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സെക്ഷൻ വെറുതെ സെക്ഷൻ ലൈൻ കാണിച്ചാലും മതി. ഓക്കെ, ഈ സെക്ഷൻ 1-1 നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എ ബിയുടെയും ബി സിയുടെയും മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ആയിരിക്കും അല്ലെ? ലെഫ്റ്റ് സൈഡ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും, റൈറ്റ് സൈഡ് ബാലൻസ് പോർഷൻസും ഉണ്ടാവും. ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം ഇങ്ങനെയുള്ള ഷേപ്പ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണ് ഈസിയർ. അപ്പൊ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട്? നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവേ ഫ്രം ജോയിന്റ് തന്നെയാണ്, ടെൻസൈൽ ആയിട്ട് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. സോ എഫ് ബി എ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവും, എഫ് ബി സി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവും, ആർ ബി ഉണ്ടാവും അല്ലെ? ലെഫ്റ്റ് സൈഡിൽ ഇതൊക്കെയാണ് ഫോഴ്സുകൾ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് 0 എടുക്കും. നമ്മുടെ അൺനൗൺസ് എന്ന് പറയുന്നത് എഫ് ബി എയും എഫ് ബി സി ആണ് അല്ലെ? നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് മൊമെന്റ്, രണ്ട് അൺനൗൺസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെന്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ കാരണമുള്ള മൊമെന്റ് 0 ആയി കഴിഞ്ഞാൽ ഈസിലി നമുക്ക് അടുത്ത മെമ്പറിന്റെ കിട്ടും. അതായത് നമ്മൾ മൊമെന്റ് അബൌട്ട് എ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ സിഗ്മ എം അബൌട്ട് എ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ മെമ്പർ ആർ ബി എന്നുള്ള റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് എത്രയാണ്? എയിൽ ആർ ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലെ? ഈ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദ ഫോഴ്സ്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ആർ ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയി. പിന്നെ എഫ് ബി സി കാരണോ? എഫ് ബി സി കാരണം ഇതേ ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതും. ഓക്കെ, എന്നാൽ എഫ് ബി എ കാരണോ? എഫ് ബി എന്ന് പറയുന്നത് എയിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? സോ എഫ് ബി എ കാരണം മൊമെന്റ്സ് ഉണ്ടാവില്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യും? ആ ഇക്വേഷനിൽ എഫ് ബി സി മാത്രമേ ഉണ്ടാവുള്ളൂ. എഫ് ബി എ ഇൻറ്റു 0 എന്ന് പറയുന്നതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. അപ്പൊ എഫ് ബി സി മാത്രമേ അൺനോൺ ആയിട്ടുണ്ടാവുള്ളൂ, നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? നമുക്ക് സീനെ അബൌട്ട് എടുത്താൽ മതി. സീനെ അബൌട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്?
FBC 0 ആവും, FBയുടെ വാല്യൂ കിട്ടും. ഇതാണ് ടെക്നിക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ട് മൊമെന്റ് 0 ആയിട്ട് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷന്റെ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വിലിബ്രിയം ഓഫ് ദ പോർഷൻ ലെഫ്റ്റ് ടു ദ സെക്ഷൻ. സെക്ഷന്റെ ലെഫ്റ്റിലുള്ള പോർഷന്റെ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മൊമെന്റ് അബൌട്ട് സി എടുക്കുന്നു. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സി അല്ലേ. ഈ പോയിന്റിന്റെ മൊമെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ്? ഈ പോയിന്റിനെ കൺസിഡർ ചെയ്ത് മൊമെന്റ് എടുക്കുമ്പോൾ RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ. സോ RB ഇൻറ്റു 5 അതെന്താണ്? ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഇൻ നേച്ചർ അല്ലേ. RB ഇൻറ്റു 5. പിന്നെന്താണ്? FBA കാരണം അല്ലെ. FBA കാരണം എന്താ ഉണ്ടാവുക? FBA കാരണം എങ്ങനെ വരിക? ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് ഇങ്ങനെയല്ലേ വരിക, അതും ക്ലോക്ക്. സോ FBA ഇൻറ്റു ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരും? ഈ മെമ്പർ ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ പോയിന്റുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് 4 മീറ്റർ. സോ FBA ഇൻറ്റു 4 പ്ലസ് FBC നമുക്ക് 0 ആവും അല്ലേ. പ്ലസ് FBC ഇൻറ്റു 0 ഈക്വൽ ടു 0. കാരണം FBC എന്ന് പറയുന്നത് സിയിലൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സോ സെയിം പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ആ പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ആലോചിച്ചാൽ അറിയാം ഈ ഒരിക്കലും ഈ പോയിന്റിൽ ഈ ലോഡ് കാരണം റൊട്ടേഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? FBയുടെ വാല്യൂ ഈസി ആയിട്ട് കിട്ടും. സോ FBA ഈക്വൽ ടു RBയുടെ വാല്യൂ 7 ആണ്. 7 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4. -7 വരാൻ കാരണം RB ഇൻറ്റു 5 അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വരും അല്ലേ. -7 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 35 ബൈ 4 ദാറ്റ് ഈസ് 8.75 മൈനസ് 8.75 കിലോ ന്യൂട്ടൺ. FBA ഈക്വൽ ടു മൈനസ് 8.75 കിലോ ന്യൂട്ടൺ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെമ്പർ ഫോഴ്സ് കിട്ടി അല്ലേ. അതാണ് ഈ ഒരു മെത്തേഡ് ഓഫ് സെക്ഷന്റെ എളുപ്പം. നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് മെമ്പർ ഫോഴ്സ് കിട്ടി. ദെൻ എന്താണ്? നമുക്ക് FBC കിട്ടണം. FBC കിട്ടണമെങ്കിൽ മൊമെന്റ് അബൌട്ട് എന്തെടുക്കണം? A എടുത്താൽ മതി അല്ലേ. B എടുക്കാൻ പറ്റില്ല, കാരണം ബിയിലൂടെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. എല്ലാ ഫോഴ്സുകളും B എന്നാണ് ആക്ട് ചെയ്യുന്നത്. ആ ജോയിന്റ് ബിയിലൂടെയാണ്. അപ്പൊ നമുക്ക് B എടുക്കാൻ പറ്റില്ല. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ടാവും? RB കാരണം ഈ മെമ്പറിൽ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവും അല്ലെ. RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഓക്കെ, RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. പിന്നെ ഏത് കാരണം ഉണ്ടാവും? FBC കാരണം അല്ലെ. FBC ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഇതാണ് അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്തായിരിക്കും? RB കാരണം ക്ലോക്ക് വൈസ്, FBC കാരണം ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലെ. സോ അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇത് ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി കിട്ടി, ദാറ്റ് ഇസ് 1.5. RB ഇൻറ്റു 1.5 ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ് മൈനസ് FBC ഇൻറ്റു ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം അല്ലെ. ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഡിസ്റ്റൻസ് എത്രയാണ്? ഫ്രം ട്രയാങ്കിൾ ABD, ഈ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി അല്ലേ. ഇതിന്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. സോ AD square will be equal to root of AB square minus BD square. That is AD will be equal to root of AB square minus BD square. That is root of 3 square minus 1.5 square. That is 2.6 meter. ഈ ഡിസ്റ്റൻസ് 2.6 meter ആയി അല്ലേ. അപ്പൊ നമുക്ക് ഇനി മൊമെന്റ് എടുക്കാം. മൊമെന്റ് എടുക്കുമ്പോൾ RB ഇൻറ്റു 1.5. പോയിന്റ് എനെ കൺസിഡർ ചെയ്തിട്ടാണ് മൊമെന്റ് എടുക്കുന്നത്, ശ്രദ്ധിക്കണം. RB ഇൻറ്റു 1.5 RB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് എടുത്തത്. ഓക്കെ, ഇവിടെ പ്ലസ് അല്ലേ. ഓക്കെ, RB ഇൻറ്റു 1.5 അല്ലേ, ക്ലോക്ക് വൈസ്. ഇനി FBC കാരണം എന്താണ്? FBC ഇൻറ്റു ഈ പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എത്രയാണ്? നമുക്കിപ്പോ കിട്ടി 2.6 അല്ലേ. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ഇങ്ങനെയാണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ഈ ഫോഴ്സ് കാരണം ആന്റി ക്ലോക്ക് വൈസ്. So minus FBC into 2.6 will be equal to 0. FBA കാരണം 0 ആണ് അല്ലേ, കാരണം FBA acting through point A. ഇത് സോൾവ് ചെയ്യുമ്പോൾ FBC യുടെ വാല്യൂ എന്ത് കിട്ടും? 7 into 1.5 divided by 2.6 അല്ലേ. 7 into 1.5 divided by 2.6. കാരണം FBC അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. സോ ഇതിന്റെ വാല്യൂ പ്ലസ് ആണ് വരിക. 7 into 1.5 divided by 2.6 is 4.0 something. That is
4 kilonewton. So FBC യുടെ വാല്യൂ നമുക്ക് 4 kilonewton കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് മെമ്പറിന്റെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത. ഇത് സിമ്പിൾ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മെത്തേഡ് ഓഫ് ജോയിൻസും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും സ്റ്റെപ്പുകൾ. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിലാകുമ്പോൾ മെത്തേഡ് ഓഫ് സെക്ഷൻ അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെമ്പർ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെത്തേഡ് ഓഫ് സെക്ഷൻ ആണ് ഒന്നുകൂടി ഈസിയർ ആയിട്ട് വരും. ഓക്കെ, ആസ് പെർ യുവർ സിലബസ് മെത്തേഡ് ഓഫ് സെക്ഷനിലെ പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവില്ല. ഓക്കെ, എങ്കിലും ഇതിന്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിച്ചു വെക്കാൻ, ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാം. ഓക്കെ, എനിവേ നമ്മളോട് സമ്മറൈസ് ചെയ്യാം. സോ ഫോഴ്സ് ഇൻ മെമ്പർ എ ബി ഈക്വൽ ടു 8.75 kilonewton കംപ്രസീവ് ഇൻ നേച്ചർ ആൻഡ് ദാറ്റ് ഈസ് ഇൻ മെമ്പർ ബി സി ഈക്വൽ ടു 4 kilonewton ദാറ്റ് ഈസ് ടെൻസൈൽ ഇൻ നേച്ചർ. ഓക്കെ, ഇനി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് അസൈൻമെന്റ് ടെസ്റ്റ് ആയിട്ട് തരാം. നിങ്ങൾ നോട്ടിൽ ചെയ്യണം. നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് വീക്കിൽ കോൺടാക്ട് ക്ലാസ് ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന്റെ ആൻസർ നോട്ടിൽ കാണണം. നമുക്ക് എക്സാം ആയിരിക്കും ആ സമയത്ത്. ഇത് നിങ്ങൾ ഇത് ആൻസർ ചെയ്യുക. ഇത് മെത്തേഡ് ഓഫ് ജോയിൻസ് ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി. ഇതിലെല്ലാ മെമ്പർ ഫോഴ്സും കണ്ടുപിടിക്കും. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങളെ നോട്ടിൽ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്തു. നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ആയിരിക്കും. ഓക്കെ, എനിവേ താങ്ക് യു.